നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രതികരണങ്ങൾ, പ്രത്യേക റിപ്പോർട്ടുകൾ, സെഗ്മെന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തായാത്രയാണ് ഇനിയുള്ള അരമണിക്കൂർ സമയം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി. നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് തത്സമയം വിളിക്കാനും നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകളൊക്കെ പങ്കുവെക്കാനും ഒക്കെ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഇടപെടൽ ആവശ്യമുള്ള വിഷയമാണെങ്കിൽ അത് അറിയിക്കാനുമൊക്കെയുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രേക്ഷകർക്ക് വിളിക്കാവുന്ന നമ്പർ ഇതാണ്: 0484283050. പ്രേക്ഷകർക്ക് എന്തെങ്കിലും വാർത്തകൾ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള നമ്പർ, വാട്സാപ്പ് നമ്പർ ഇതാണ്: 6235968937. ഇനി റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ ജാഗ്രതയിലാണ് മലപ്പുറം ജില്ല. രോഗവ്യാപനം തടയാൻ കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിച്ചും മാസ്ക് നിർബന്ധമാക്കിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് ജില്ലയിൽ. മദ്രസയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമാശാലകളും അടച്ചു. പനിയുള്ളവരെ കണ്ടെത്താനുള്ള ഫീവർ സർവേ തുടങ്ങിയിട്ടുണ്ട്. രോഗലക്ഷണമുള്ള 10 പേരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു. മരിച്ച 23കാരൻ്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. കോൺടാക്ട് ട്രേസിംഗ് പൂർത്തിയായാൽ ഉടൻ റൂട്ട് മാപ്പ് പുറത്തിറക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രത്യേക നിയന്ത്രണവും ജില്ലയിൽ പൊതു നിയന്ത്രണവുമായി മലപ്പുറം വീണ്ടും നിപ ജാഗ്രതയിലേക്ക് കടന്നു. 2 മാസത്തിനിടെ വീണ്ടും നിപ ബാധിച്ചത് ആരോഗ്യവകുപ്പിനും വെല്ലുവിളിയാണ്. 2 മാസം മുൻപ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14കാരൻ നിപ ബാധിച്ചു മരിച്ചിരുന്നു. അന്ന് ഫലപ്രദമായി നിപയെ പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിച്ചു. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് തിരുവാലി നടുവത്തും ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ തുറക്കരുത്. സ്കൂൾ, കോളേജ്, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും പ്രവർത്തിക്കാൻ അനുവാദമില്ല. ജില്ലയിലെ പൊതു നിയന്ത്രണങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം. പനിയടക്കമുള്ള രോഗലക്ഷണങ്ങളിൽ സ്വയം ചികിത്സ അരുത് എന്നും ഉത്തരവിൽ പറയുന്നു. നടുവത്ത് നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവേ ആരംഭിച്ചു. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിപ ലക്ഷണങ്ങളുള്ള 10 പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ഇവ കോഴിക്കോട് ലാബിൽ പരിശോധിക്കും. മരിച്ച 23കാരന്റെ കോൺടാക്ട് ട്രേസിംഗ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്. ഇത് പൂർത്തിയായാൽ റൂട്ട് മാപ്പ് പുറത്തിറക്കും. അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിൽ. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് ഈ വിവരം കൈമാറി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് നിലവിൽ ജില്ലയിൽ പ്രതിരോധ ഏകോപനം. 24 മലപ്പുറം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്ന. കൊല്ലം നിലമേലിൽ മാതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റിൽ. നിലമേൽ കൈതക്കുഴി പുത്തൻ വീട്ടിൽ നോജിനാണ് അറസ്റ്റിലായത്. സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? പോലീസ് പറയുന്നത് എന്താണ് ജയശങ്കർ? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ തിരുവോണ ദിവസത്തിലാണ് അമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു ദാരുണ സംഭവം കൊല്ലം നിലമേലിലുണ്ടായത്. സാമ്പത്തിക തർക്കങ്ങളാണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം. ഈ മനോജ് അമ്മയ്ക്ക് കുറച്ച് അധികം പണം നൽകിയിരുന്നു. ഈ പണം കഴിഞ്ഞ ദിവസം തിരിച്ചു ചോദിച്ചു. ആ ഒരു ഘട്ടത്തിൽ അമ്മ അത് സഹോദരിക്ക് നൽകിയെന്ന് പറഞ്ഞു. ഇയാൾ ഉടൻ തന്നെ സഹോദരിയുടെ അടുത്ത് ഈ പണം ആവശ്യപ്പെട്ടു. തുടർന്ന് സഹോദരിയും മനോജും തമ്മിൽ വലിയ വാക്ക് തർക്കമുണ്ടായി. ഇതിനിടെ അമ്മ ഇടയിൽ കയറി. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാൾ അമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. ഈ അപകടത്തിൽ ഈ അമ്മയുടെ കഴുത്തിനും മറ്റും കുത്തേറ്റിട്ടുണ്ട്. ഗുരുതരമായൊരു കുത്തായിരുന്നു ഏറ്റിരുന്നത്. ഇവർക്ക് സാരമായ പരിക്കുകൾ ഈ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ഇവരെ
ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ കടക്കലിലെ താലൂക്ക് ആശുപത്രിയിൽ ഈ അമ്മ ചികിത്സയിലാണ്. എന്തായാലും ഈ മനോജിനെ ചടയമംഗലം പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ദാരുണമായൊരു സംഭവമാണ്. എന്നും അന്നം തരുന്ന സ്നേഹിക്കുന്ന അമ്മയെ പണത്തിൻ്റെ പേരിൽ മകൻ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. പണമാണ് വലുതെന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ഈ മനോജ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരിയായ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അമ്മയ്ക്ക് കൊടുത്ത പണം അത് തിരികെ കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കൈതക്കുഴി പുത്തൻ വീട്ടിൽ മനോജാണ് അറസ്റ്റിലായിരിക്കുന്നത്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേരളത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കേന്ദ്രം. ഇല്ലെങ്കിൽ സംസ്ഥാനത്തിന് അരി വിതരണം നിർത്തിവെക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേന്ദ്രം. 1.5 മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. റേഷൻ വിതരണം മുടങ്ങാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ 24-നോട് പറഞ്ഞു. 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ അരി വിതരണം നിർത്തിവെക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. സർവർ തകരാറടക്കം കൊണ്ട് നിർത്തിവെച്ച മസ്റ്ററിംഗ് ജൂലൈ മാസത്തിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. പല കാരണങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിനത് നടപ്പാക്കാനായില്ല. റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താൻ ഭക്ഷ്യവകുപ്പ് നേരത്തെ തീരുമാനിച്ചെങ്കിലും സർവർ തകരാർ മൂലം നിർത്തിവെക്കുകയായിരുന്നു. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഇ-പോസ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചതോടെയാണ് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കാട്ടി കേന്ദ്രം സംസ്ഥാനത്തിന് കത്ത് നൽകി. റേഷൻ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അയച്ച കത്തിൽ സർക്കാരിനെ അറിയിച്ചു. റേഷൻ വിതരണത്തെ തടസ്സപ്പെടുത്താതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള നടപടികൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ. സംസ്ഥാനത്ത് ആകെയുള്ളതിന്റെ 1/3% ആളുകൾ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം 50%-ഓളം പൂർത്തിയായിട്ടുണ്ട്. അതിനാൽ ഇനി വലിയ തിരക്കുണ്ടാകില്ലെന്നും ഭക്ഷ്യമന്ത്രി 24-നോട്. 45 ലക്ഷം ആളുകൾ അതിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/3 ആളുകൾ പങ്കെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് വലിയ പ്രയാസം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒക്ടോബർ മാസം 10-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിൽ ഇത്തവണ നമുക്കുള്ള ഒരു ഓണത്തിൻ്റെ കാലയളവിൽ സെപ്റ്റംബർ മാസത്തെ അരി വിഹിതം പകുതിയിലധികം കുടുംബങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ അസൗകര്യമില്ല. വലിയ തിരക്ക് വരാത്ത തരത്തിൽ ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇനിയുള്ള 18-ാം തീയതി നാളെ മുതലുള്ള ദിവസങ്ങൾ. മസ്റ്ററിംഗ് പുനരാരംഭിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്രം ജൂലൈയിൽ തീരേണ്ട മസ്റ്ററിംഗ് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഒക്ടോബർ വരെ നീട്ടി നൽകിയത്. ഇനിയും നീട്ടാനാകില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിന്. ഒക്ടോബർ 10-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വകുപ്പിന്റെ കണക്ക് കൂട്ടൽ. ഇതിനായി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെയും ചെയ്തവരുടെയും കണക്കുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പുറത്തുവിട്ടു. ഇനി മസ്റ്ററിംഗ് ചെയ്യേണ്ട മഞ്ഞക്കാർഡുകളിലെ അംഗങ്ങളുടെ എണ്ണം 19,86,539 പിങ്ക് കാർഡുകളിലെ ആകെ അംഗങ്ങളുടെ എണ്ണമാകട്ടെ 1,34,584. മസ്റ്ററിംഗ് നടത്തിയവരുടെ കണക്കാകട്ടെ ഇങ്ങനെയാണ്: 7,54,058 മഞ്ഞക്കാർഡ് അംഗങ്ങളും 38,33,149 പിങ്ക് കാർഡ് അംഗങ്ങളും ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കാനാണ് തീരുമാനം. എല്ലാ പ്രവർത്തന ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക. ആദ്യഘട്ട മസ്റ്ററിംഗ് സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരത്ത് നടക്കും. 2ാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ മസ്റ്ററിംഗ് നടത്തും. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ഒക്ടോബർ 3 മുതൽ 8 വരെ മസ്റ്ററിംഗ് നടത്തും. റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച പ്രത്യേക സൗകര്യമൊരുക്കിയായിരിക്കും മസ്റ്ററിംഗ്. സർവർ തകരാറടക്കം എല്ലാ സാങ്കേതിക ബുദ്ധിമുട്ടുകളും പരിഹരിച്ച് ഒക്ടോബർ 31-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സർക്കാർ. അതേസമയം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഒരേപോലെ നടപ്പിലാക്കാൻ കഴിയുന്നതിലെ ബുദ്ധിമുട്ടുകൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വ്യാപാരികൾ. ഒക്ടോബർ 31-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അരിവിഹിതം ലഭിക്കാതെയാകും. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.
പൊതുജനം കഴുത മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ അരിവിതരണം നിർത്തിവെക്കും എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. നേരത്തെ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സെർവർ തകരാർ ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ട് സർക്കാരിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് ഒരു അന്ത്യശാസനം എന്നുള്ള നിലയിൽ കേന്ദ്രം ഈ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. കേന്ദ്രം കടുത്ത നിലപാടിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട്, ഈ നിർദ്ദേശത്തോട് പ്രതികരിക്കുന്നത് എന്നത് കേൾക്കാം. ജനം പറയുന്നത്. അല്ല, അതിന് സമയം ഇനിയും വേണം സാറേ. കുറച്ച് മസ്റ്ററിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതൽ ആരും ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിന് കൂടുതൽ ഒരു 1-2 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ഡിസംബർ വരെ ആക്കിയെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും ആൾക്കാർക്കൊക്കെ. 2-3 മാസം കിട്ടണം, എന്നാലും ഡിസംബർ വരെയെങ്കിലും പോകണം. കൂടുതൽ സമയം വേണം. എല്ലാവരും ഇപ്പോൾ എത്തൂലല്ലോ. അതുപോലെ റേഷൻ കട ചെല്ലുമ്പോൾ അതും ഇതുമായിട്ട് നടക്കില്ല. 1.5 മാസത്തിന് മുമ്പ് തീർക്കും പറ്റും തോന്നില്ല. ഇവിടെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം നമ്മൾ വന്നിട്ട് പിന്നെ പോയിട്ട് വന്നൊക്കെയാണ് പറയുന്നത്. അവരെ കാലാവധി പറയുന്നത്, പക്ഷേ അതിന് മുമ്പ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമയം നീട്ടി കിട്ടണം. പോപ്പുലേഷൻ കൂടുതലല്ലേ, അപ്പോൾ ടൈം കുറച്ചും കൂടെ കൊടുക്കണം. 2 സർക്കാരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അരിവിതരണം നിർത്തിവെക്കും എന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തിന് കേന്ദ്രം നൽകിയിരിക്കുകയാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഈ റേഷൻ മസ്റ്ററിംഗ് എന്നുള്ള കാര്യത്തിൽ, അതെങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് പ്രേക്ഷകരോട് കൂടുതലായി പറയാമെന്ന്. അതെങ്ങനെയാണ് എന്ന് വിശദമായി അറിയാൻ ക്രിസ്റ്റീന ചെറിയാൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക് പോവുകയാണ്. എക്സ്പ്ലെയിനറിലേക്ക് വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം. ഇല്ലെങ്കിൽ അരിവിതരണം നിർത്തിവെക്കും എന്നാണ് മുന്നറിയിപ്പ്. 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നും കേരളത്തിന് അയച്ച കത്തിൽ പറയുന്നു. ഇന്ന് വന്ന ഈ വാർത്ത ചിലർക്ക് ആശങ്കയായിട്ടുണ്ട്. അന്നം മുടങ്ങുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ റേഷൻ മസ്റ്ററിംഗ്? അത് എങ്ങനെ ചെയ്യണം? എന്താണ് പുതിയ ക്രമീകരണം? നോക്കാം. എന്താണ് മസ്റ്ററിംഗ്? പലപ്പോഴും പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾ മരിച്ചാലോ കാർഡ് ഉപയോഗിക്കാതിരുന്നാലോ മറ്റാരെങ്കിലും അവരുടെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാനിടയുണ്ട്. അതുകൊണ്ട് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നത് ബയോമെട്രിക് വിവരങ്ങളുടെ സഹായത്തോടെ അറിയിക്കണം. എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണോ? മഞ്ഞ അഥവാ അന്ത്യോദയ അന്ന യോജന, പിങ്ക് അഥവാ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകളാണ് നിങ്ങൾ എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യണം. അവരവരുടെ റേഷൻ കടകളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. നീല, വെള്ള കാർഡുടമകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. എന്താണ് മസ്റ്ററിംഗ് നടപടി? റേഷൻ കടയിലെത്തി ഇപോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്? റേഷൻ കാർഡും ആധാർ നമ്പറും നടപടിക്ക് ആവശ്യമാണ്. ഇത് രണ്ടും എടുക്കാൻ മറക്കരുത്. ആധാറിലെ വിരലടയാളവുമായി നിങ്ങളുടെ വിരലടയാളം താരതമ്യം ചെയ്യും. മഞ്ഞ, പിങ്ക് കാർഡിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. NRK സ്റ്റാറ്റസും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും മറ്റു രേഖകളും കൊടുത്ത് ഓൺലൈനായി മസ്റ്ററിംഗ് ചെയ്യാം. ഇനി റേഷൻ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഒരു റേഷൻ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിൽ നിന്ന് ആർക്കൊക്കെ ഇളവുണ്ട്? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഗർഭിണികൾക്കും കിടപ്പ് രോഗികൾക്കും റേഷൻ കടകളിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട. ഇവർക്കായി ബദൽ സംവിധാനമുണ്ട്. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും. എന്താണ് മസ്റ്ററിംഗിനുള്ള പുതിയ ക്രമീകരണം? ഈ മാസം 18 മുതൽ വീണ്ടും മസ്റ്ററിംഗ് നടത്താനാണ് പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനം. ഓണം കഴിഞ്ഞുള്ള സമയമായതിനാൽ കൂടുതൽ ആളുകൾ റേഷൻ കടകളിലേക്ക് വരില്ലെന്നാണ് വകുപ്പ് കണക്കുകൂട്ടുന്നത്. ജില്ലകളെ 3ആയി തരംതിരിച്ച് പ്രത്യേക തീയതികളിലായിരിക്കും മസ്റ്ററിംഗ്. റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യവും ഒരുക്കും. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മസ്റ്ററിംഗ് നടക്കും. കൊല്ലം മുതൽ തൃശ്ശൂർ വരെയുള്ള 7 ജില്ലകളിൽ 25 മുതൽ ഒക്ടോബർ 1 വരെയും ഒക്ടോബർ 3 മുതൽ 8 വരെ ബാക്കി ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. എല്ലാം മനസ്സിലായല്ലോ? അന്നം മുടങ്ങുന്ന കാര്യമാണ്. മറക്കാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണേ. ഇന്നലെ രാത്രിയാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്ന് യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ നടുക്കുന്ന വാർത്ത വന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ട് കേരളം ഒന്നാകെ ഞെട്ടി. റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ മദ്യലഹരിയിലായിരുന്ന പ്രതികൾ വാഹനം കയറ്റിയിറക്കി. അപകടത്തിന് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ അമിത വേഗത്തിൽ വാഹനമോടിച്ചു പോകുന്നതും മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതുമൊക്കെ ഇന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. അജ്മലിനും ഡോക്ടർ ശ്രീകുട്ടിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അജ്മൽ മുമ്പും ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു.
ഇന്നലെ വൈകിട്ട് 5:45 കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ കാർ ഫൗസിയും കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തിലെ കാറിന്റെ ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി ഇറങ്ങി പോയത് ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനമോടിച്ച അജ്മൽ കൂട്ടാക്കിയില്ല. തുടർന്ന് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയായിരുന്നു. അപകടങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അപകടത്തിൽപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാതെ അവരുടെ ജീവനെടുത്തുള്ള യാത്ര അത് ഒരു തരത്തിലും ന്യായീകരണത്തിന് അർഹതയില്ലാത്തതാണ്. വാഹനവുമായി സ്ഥലത്തു നിന്ന് കടന്നുകളഞ്ഞ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ഒടുവിൽ സുഹൃത്തിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. പിന്തുടർന്ന് നാട്ടുകാരും പോലീസും എത്തിയപ്പോഴേക്കും അജ്മൽ ഇവരെ കബളിപ്പിച്ച് കടന്നുകളഞ്ഞു. വനിതാ ഡോക്ടറെയും കാറും കസ്റ്റഡിയിലെടുത്ത പോലീസ് ഒളിവിൽ പോയ അജ്മലിനെ പതാരത്ത് നിന്ന് പുലർച്ചെയോടെ പിടികൂടുകയായിരുന്നു. അജ്മലിനെതിരെ ജാമ്യമില്ലാ കുറ്റങ്ങൾ ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മനഃപൂർവ്വമായ നരഹത്യ, അലക്ഷ്യമായി വണ്ടിയോടിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ ജീവനെടുക്കാൻ പ്രേരണയായെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഡോക്ടർ അപകടശേഷം അത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ടു പോയത് അത്ഭുതപ്പെടുത്തിയെന്ന മനുഷ്യാവകാശ കമ്മീഷനും നിരീക്ഷിക്കുന്നു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതും ഡോക്ടറുടെ സമീപനം ഒന്നുകൊണ്ട് മാത്രമാണ്. 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മൽ 2 മാസം മുൻപാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഇതിനിടയിൽ 8 ലക്ഷം രൂപ ശ്രീകുട്ടിയിൽ നിന്ന് പലപ്പോഴായി പല രീതിയിൽ കൈക്കലാക്കി. അപകടമുണ്ടാകുമ്പോൾ പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡോക്ടറെ പുറത്താക്കി കരുനാഗപ്പള്ളി വലിത്ത് ഹോസ്പിറ്റൽ ആശുപത്രിയുടെ സൽപ്പേരിന് ഡോക്ടർ കളങ്കമുണ്ടാക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. പലകുറി ചൊല്ലി പഠിച്ചതാണ് അപകടമുണ്ടായി കഴിയുമ്പോൾ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കണമെന്ന ആ കർത്തവ്യബോധം. പക്ഷേ നാം മലയാളികൾ പലപ്പോഴും അത് മറന്നു പോവുകയാണ്. ഇനിയൊരു കുഞ്ഞുമോൾ ഉണ്ടാകാതിരിക്കട്ടെ. അപകടത്തിന് തൊട്ടു പിന്നാലെ വാഹനം നിർത്തി കുഞ്ഞുമോളെ രക്ഷിക്കാൻ മനസ്സ് കാട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ നിമിഷം നമുക്കൊപ്പം കുഞ്ഞുമോളും ജീവനോടുണ്ടായേനെ. കൊല്ലത്തുനിന്ന് അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറക്കുകയാണ് തത്സമയം. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ രാജ്, ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ് അരുൺ രാജ്? റിജിത്ത്, എന്തായാലും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതികൾ തയ്യാറല്ല. എന്തായാലും ഈ സംഭവത്തിന് ശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് മുമ്പിലേക്ക് ഹാജരാക്കാൻ ഉള്ള യാത്രയിലാണ് ഇപ്പോൾ പോലീസ്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഈ പ്രതികളെ ഹാജരാക്കും. ഏകദേശം 20 മിനിറ്റിലധികം നീണ്ട വൈദ്യപരിശോധനയാണ് പ്രതികൾക്ക് നടത്തിയത്. ഇതിൽ ഈ പ്രതികൾക്ക് മർദ്ദനമേറ്റുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ പരിശോധനയുണ്ട്. കാരണം ഈ പ്രതികൾ ആദ്യം ഓടിച്ചെന്നത് ഒരു വീട്ടിലാണ്. അവിടെ വെച്ച് വലിയ ജനസമൂഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ പ്രതികളെ മർദ്ദിച്ചിട്ടുണ്ടെന്ന പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നു. ഇക്കാര്യത്തിൽ അടക്കമൊരു പരിശോധന, ഒരു അന്വേഷണം സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പ്രതികളുമായി ഇപ്പോൾ പോലീസ് വാഹനം ഇവിടെ നിന്ന് പോവുകയാണ്. ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ നരഹത്യാ വകുപ്പ് പോലീസ് ചുമത്തിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഇനി എന്താണ് കോടതി മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുക എന്നീ കാര്യങ്ങളിലാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ പ്രതികൾ, ഈ അജ്മലിന്റെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ കൂളായി, വളരെ സ്വാഭാവികമായ രീതിയിൽ അജ്മൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൽ മറ്റൊന്ന്, ഈ കാര്യത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി അത് വളരെ ഇപ്പോഴും ഒരു മുഖമടച്ച് മാസ്ക് ധരിച്ചാണ് ശ്രീകുട്ടി ഈ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. 1-ാം പ്രതിയായ അജ്മലിനും 2-ാം പ്രതിയായ ശ്രീകുട്ടിക്കുമെതിരെ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള തീരുമാനമാണ്, വിധിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ നിർണായകം. അല്പസമയത്തിനുള്ളിൽ കോടതിക്ക് മുമ്പാകെ പ്രതികളെ ഹാജരാക്കും. അരുൺരാജ്, ഈ വളരെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്.
ഈ നിലത്ത് വീണ് കിടക്കുന്ന സ്ത്രീയുടെ മുകളിലൂടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ പ്രേരണയായത് ഈ ഡോക്ടറായ ശ്രീകുട്ടിയുടെ നിർദ്ദേശമാണ് എന്നുള്ള തരത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. എന്താണ് പോലീസ് അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നത്? ചുമത്തിയിരിക്കുന്നത് നരഹത്യാ കുറ്റമാണ് രണ്ടുപേർക്കുമെതിരെ. അരുൺ. റിജിത്ത്, നരഹത്യാ കുറ്റം ചുമത്താൻ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രേരണ ഉണ്ടായി എന്നുള്ളതാണ്. ആ പ്രേരണയ്ക്ക് ആധാരമായ ഘടകമായി പോലീസ് പറയുന്നത് ഈ വാഹനം അപകടത്തിൽപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാഹനം എടുക്കാൻ ഈ ശ്രീകുട്ടിയാണ് നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിന് ഇത് സാധൂകരിക്കുന്ന ചില മൊഴികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പ്രേരണാ കുറ്റം പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കോടതിയാണ് ഇക്കാര്യത്തിൽ ഇനി നടപടികൾ എന്ത് വേണം, എന്താണ് ഇനി കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്ന് യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതികളെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രണ്ട് പ്രതികളും മറുപടി ഒന്നും നൽകുന്നില്ല. വളരെ നടുക്കുന്ന, കേരളത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ മദ്യലഹരിയിലായിരുന്ന പ്രതികൾ വാഹനം കയറ്റിയിറക്കുകയായിരുന്നു. അവിടെ നിന്ന് നാട്ടുകാർ ഓടിക്കൂടിയതിന് പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പ്രതികൾ അമിത വേഗത്തിൽ, വളരെ വേഗത്തിലാണ് ആ വാഹനം ഓടിച്ചു പോകുന്നത്. അതിനിടയിൽ തന്നെ മറ്റൊരു കാറിനെ ഇടിക്കുന്നുമുണ്ട്. വളരെ അപകടകരമായ ദൃശ്യങ്ങൾ, രീതിയിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറിലാണ് പുറത്തു വന്നത്. ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട് പോലീസ്. ഈ വാഹന അപകടം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടേക്ക് നാട്ടുകാർ ഓടിക്കൂടുന്നു. ആ ഘട്ടത്തിൽ വാഹനമെടുത്ത് പോകാൻ പ്രേരണയായത്, ഈ സ്ത്രീയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കാൻ പ്രേരണയായത് ഡോക്ടർ കൂടിയായ ശ്രീകുട്ടിയുടെ നിർദ്ദേശമാണ് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അജ്മലിൻ്റെ കാര്യത്തിലാണെങ്കിൽ അജ്മൽ മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള നടപടി, അതിൻ്റെ നിയമപരമായ നടപടി എന്നുള്ള നിലയിൽ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ്. കോടതിയാണ് ഒരു തീരുമാനം തുടർന്ന് എടുക്കുന്നത്. അജ്മലിനും ഡോക്ടർ ശ്രീകുട്ടിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മൽ ഡോക്ടറായ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത്. അത് പിന്നീട് അടുത്ത സൗഹൃദമായി മാറുകയായിരുന്നു. ചുരുങ്ങിയ സൗഹൃദ കാലയളവിനിടയിൽ 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്ന് അജ്മൽ വാങ്ങിയത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശി ഷാജി സുരഭി ദമ്പതികളുടെ മകളായ ശ്രീകുട്ടി 2017 MBBS പാസ്സായത്. സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടി MBBS പഠനത്തിനിടയിലാണ് വിവാഹിതയാവുന്നത്. 1 വർഷം മാത്രമാണ് വിവാഹബന്ധം തുടർന്നത്. കഴിഞ്ഞ 1 വർഷമായി വല്യത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം മുമ്പാണ് അജ്മലുമായി സൗഹൃദത്തിലാകുന്നത്. ചികിത്സയ്ക്കായി എത്തിയ അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു. 2 മാസത്തെ സൗഹൃദം, 8 ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത്. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ 27-കാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത്. 6 ക്രിമിനൽ കേസിൽ പ്രതിയായ അജ്മൽ ചന്ദനം കടത്ത് കേസിലും പ്രതിയാണ്. അരുൺ രാജ്, 24 കൊല്ലം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ചെന്നൈയിൽ സർക്കാർ ബസ് സർവീസ് റോഡിലേക്ക് മറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. മാധവരം സ്വദേശി ദിനേശാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിവരങ്ങൾ എന്താണ്? റഹീസ്, ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. താമ്പരത്ത് നിന്ന് സെന്റുംഡ്രം വരെ പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. മധുരവയലിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. ബസ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവം എന്തെന്നാൽ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആൾ, അതായത് മാധവപുരം സ്വദേശി ദിനേശ്, ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ ഓട്ടോറിക്ഷയുടെയും ഒപ്പം തന്നെ ഈ ബസിന്റെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏത് തരത്തിലുള്ള ഒരു അപകടമാണ് അവിടെ ഉണ്ടായതെന്ന്. ബസിന്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും, ഓട്ടോറിക്ഷ പൂർണ്ണമായും തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം വേഗത്തിൽ തന്നെയാണ് വാഹനം ഉണ്ടായിരുന്നത്. ഈ ബസ് താമ്പരത്ത് നിന്നാണ് പുറപ്പെട്ടത്. ഇത് മാധുരവായിൽ എത്തിയപ്പോഴേക്കും അപകടത്തിൽപ്പെട്ടു. റോഡിന്റെ വലതുവശത്തായി ഈ ചില ബോർഡുകൾ വെച്ചുകൊണ്ട്, ബാരിക്കേഡുകൾ പോലുള്ളവ വെച്ചുകൊണ്ട് ഈ ബസ് അല്ലെങ്കിൽ ഈ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം പോലീസ് എടുത്തിരുന്നു. പക്ഷെ ഇതൊക്കെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ്
ബസ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലേക്ക് മറിയുകയും ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ഇ-സിം സംവിധാനത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ഉപയോക്താക്കളെ ബന്ധപ്പെടുക. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് അവർ ആസൂത്രണം ചെയ്യുന്നത്? അത് ഏത് രീതിയിലാണ് എന്നാണ് പോലീസ് പറയുന്നത്? ഏത് തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു? ഹരികൃഷ്ണൻ. ഇ-സിം സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് വ്യാപകമായി സംസ്ഥാനത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ തട്ടിപ്പ് നടക്കുന്നത് ഈ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്നെന്ന വ്യാജേന ഈ ഉപയോക്താക്കളെ ബന്ധപ്പെടുന്നു. അത് ഈ നിലവിലുള്ള സിം കാർഡ് ഇ-സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ഈ മൊബൈൽ സേവന ദാതാക്കളുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ID നൽകി ഇ-സിം സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന QR കോഡ് അവർ അയച്ചു നൽകുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു നൽകാൻ അവർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന QR കോഡ് തട്ടിപ്പുകാർ തന്നെ ഈ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ ഈ സിമ്മിന്റെ പൂർണ്ണ നിയന്ത്രണം, അതായത് ഈ ഉപഭോക്താക്കളുടെ സിമ്മിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഈ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നു. അതനുസരിച്ച് അവർ അതിൽ നിന്ന് പണം എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് ഈ തട്ടിപ്പ് സാധ്യമാർഗമായി പോലീസ് നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഈ വിവിധ മൊബൈൽ സർവീസ് ദാതാക്കളുടെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ ഇതിന് ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ QR കോഡ്, OTP, പാസ്വേഡ് എന്നിവ ആരുമായി പങ്കുവയ്ക്കരുത്. അത് മാത്രമല്ല, എല്ലാത്തരം ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന അധിക സുരക്ഷാ ക്രമീകരണം ഉപയോഗിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതായാലും വ്യാപകമായി ഈ സിമ്മുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി തട്ടിപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ശരി, ഇ-സിം സംവിധാനത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കേരള പോലീസിൽ നിന്നുണ്ടാവുകയാണ്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരത്തിലേക്കാണ്. ഇനി മലപ്പുറത്ത് നിപ ബാധിച്ചു മരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രോഗി എത്തിയിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിപിൻ സി വിജയനിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരമാണിത്. മലപ്പുറം ജില്ലയിൽ ഒന്നാകെ ജാഗ്രതയുണ്ട്. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിപ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ റൂട്ട് മാപ്പാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് നിപ ബാധിച്ചു മരിച്ച യുവാവിൻ്റെ റൂട്ട് മാപ്പ് അതിപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രോഗി എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജില്ലയിൽ ഒന്നാകെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി ജില്ലയിലുള്ളവർ പാലിക്കുകയും വേണം. മദ്രസ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. സിനിമാ തിയേറ്ററുകൾ അടച്ചിട്ടിട്ടുണ്ട്. നമുക്കറിയാം, മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നിപയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഭാഗമായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പൊതുജനം കരുതിയല്ല സാർ ഇവിടെ പൂർത്തിയാവുകയാണ്.